സ്വിച്ച് ഓൺ ആക്കി ചൂടുണ്ട്. അന്ന് വിറ്റമിൻ്റെ ഫ്ലാഷ് പോയിന്റ് പവർ പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ചൂടാകുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു വേപ്പർ, ഇതിൻ്റെ ഒരു വേപ്പറിൻ്റെ ലെയർ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലാമ്പ് വെച്ചിട്ട് മെഴുകുതിരിയിൽ കത്തിച്ച് ഈ വിറ്റമിൻ്റെ മുകളിൽ ഈ വേപ്പറിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ ക്യാച്ച് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറുണ്ട്. വിറ്റമിൻ ഏത് ടെമ്പറേച്ചറിലാണ് ഇത് ക്യാച്ച് ചെയ്യുന്നത് ഈ ചെറിയ രീതിയിൽ കത്താൻ തുടങ്ങും. ഒരു ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളർ ഒരു ലൈറ്റ് ഉണ്ട്, ബ്ലൂ കളർ ഒരു അതുപോലെ ഒരു 3 സെക്കൻഡ് 3-4 സെക്കൻഡൊക്കെ അത് നീണ്ട് നിൽക്കുള്ളൂ. പെട്ടെന്ന് തന്നെ അത് കെട്ട് പോവുകയും ചെയ്യും. അത് ഫസ്റ്റ് ആ കത്താനുള്ള ഒരു ടെൻഡൻസി. പിന്നെയും നമ്മളതിനെ ചൂടാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു വേറൊരു ടെമ്പറേച്ചറിലെത്തുമ്പോൾ കുറച്ചൊരു കൂടിയ ടെമ്പറേച്ചറിലെത്തുമ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നന്നായി കത്താൻ തുടങ്ങും. യെല്ലോ കളർ സാധാരണ ഒരു ഫ്ലെയിം തന്നെ വരും. അപ്പോൾ ഈ 2 ടെമ്പറേച്ചറാണ് നമുക്ക് അറിയുന്നത്. ഈ 2 അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏകദേശം ഒരു VG30 എന്ന് പറയുന്ന ഗ്രേഡാണ് ഈ വിറ്റമിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത്. വിറ്റമിൻ ഗ്രേഡ് ഇപ്പോൾ VG30. അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 240 മുകളിൽ ഈ 2 റേഞ്ച് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വേറൊരു ഗ്രേഡിൽ തരുന്നെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങേ തുടങ്ങി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ടെമ്പറേച്ചർ നോക്കണം, പിന്നെ ഉടനെ തന്നെ നമ്മൾ ഫയർ കൊടുക്കുകയും വേണം. നമ്മൾ ഫയർ കൊടുക്കുമ്പോൾ ക്യാച്ച് ചെയ്യുന്ന ടെമ്പറേച്ചറാണത്, അല്ലാതെ വിറ്റിൽ തന്നെ കത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഇതിന് ക്യാച്ച് ചെയ്യുന്നത്. അതിപ്പോൾ ആ പോയിന്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണിച്ചാലും ഫയർ കൊടുത്താലും കാര്യമില്ലാതെ കത്തില്ല. അപ്പോൾ ഒരു 240 ഒക്കെ കഴിയുമ്പോൾ അപ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടിരിക്കുക. 240 ഒക്കെ കഴിയുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ ഉടനെ നോക്കണം, ഉടനെ തന്നെ ഫയർ കൊടുക്കണം. ആ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ അയ്യോ ഫ്ലാഷ് ആയിപ്പോയി, ഞാൻ ടെമ്പറേച്ചർ നോക്കാൻ മറന്നു, എന്നിട്ട് ഫ്ലാഷ് വരുമ്പോൾ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതിൽ വ്യത്യാസം ഉണ്ടാവും. വിറ്റമിൻ്റെ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആ ഫ്ലെയിം വരുന്നതിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും, അത് തെറ്റായിരിക്കും. അപ്പോൾ എപ്പോഴും ആദ്യം ഇത് നോക്കണം, പെട്ടെന്ന് തന്നെ ഫയർ കൊടുക്കണം. അതിങ്ങനെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫയറാവുന്നത് ഫയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഊതിക്കെടുക്കാൻ നോക്കരുത്, സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. അത് പറഞ്ഞാൽ മതി. 240 മിനിറ്റ് നോക്കിയാൽ മതി. 240 ചെയ്തു നോക്ക്. ഒന്നുകൂടി വെച്ചേക്ക്. അതെന്താണെന്നറിയോ, പുകയും 270 270 ഫ്ലാഷ് കണ്ടിട്ട്